രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര രണ്ടാം ദിവസവും മണിപ്പൂരിൽ പര്യടനം തുടരും. ആ, ഇപ്പോൾ ഇംഫാൽ വെസ്റ്റിലെ സെക്മയിൽ നിന്ന് പര്യടനം തുടങ്ങാറായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ചവിട്ടുപടിയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര. ഉത്തരേന്ത്യയിൽ ചലനമുണ്ടാക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. നല്ല ഇന്ത്യ തണുപ്പാണ്, മുന്നണിയിലെ പക്ഷേ തണുപ്പുണ്ടെങ്കിലും രാഷ്ട്രീയ വാർത്തയായി വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മണിപ്പൂരിൽ യാത്ര ആരംഭിച്ചു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബസ് നേരത്തെ നമ്മൾ യാത്രയാണ് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുടെ ഐക്യം യാത്രയുടെ അജണ്ടയിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു യാത്രയുടെ ഒരു സ്വഭാവം തന്നെ മാറും. മാത്രമല്ല 67 ദിവസങ്ങളുള്ളൂ. ഈ 60 ദിവസങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലൂടെയാണ് യാത്ര തുടരുന്നത്. അതെ അതെ കഴിഞ്ഞ തവണത്തെ പോലെ നടക്കുന്നില്ല, വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ, കൂടുതലും ബസ്സിലാണ്. ബസ്സിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, ആ വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് റിപ്പോർട്ട് കണ്ടിട്ട് വരാം അല്ലേ. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി വലിയ രീതിയിൽ കോൺഗ്രസിനെ തളർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരും നേതാക്കളും ആത്മവിശ്വാസവും ആവേശവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഈ പ്രതിസന്ധി അതിജീവിക്കാനാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണം നടത്തുക, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുക, പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കുക, അതിലൂടെ പാർട്ടിയുടെ അടിത്തട്ടിൽ ചലനമുണ്ടാക്കുക, അങ്ങനെ സ്വന്തം നിലയ്ക്ക് കരുത്താർജിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തെയും ഇന്ത്യ മുന്നണി നേതാക്കളെ ഒപ്പം നിർത്താനും യാത്രയിലൂടെ കഴിയും. ഇതുവഴി മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ നടന്ന ഹിമാചൽ പ്രദേശ്, കർണാടക തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു. അതേ വിജയം യാത്രയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാം എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, ദില്ലി.